അല്ല പിന്നെ ഒരു തെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ അതിനെ നേരിടാൻ സദാ സന്നദ്ധമാണ് കോൺഗ്രസും യു ഡി എഫും. നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഭൂരിപക്ഷത്തിന് പ്രിയങ്ക ഗാന്ധിയെ തെരഞ്ഞെടുപ്പിൽ ജയിപ്പിച്ചയച്ചത് അല്പം 2 മാസം മുൻപാണ്. വലിയൊരു ഭൂരിപക്ഷത്തിന് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആരായാലും വിജയിപ്പിച്ചയക്കാൻ നിലമ്പൂർ നിയോജകമണ്ഡലത്തിലെ യു ഡി എഫിൻ്റെ പ്രവർത്തകർ വളരെ സന്നദ്ധമായി നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് നിലമ്പൂരിലുള്ളത്. അത് പിന്നെ രാജിയുടെ കാരണവും ബാക്കി കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്, അത് അദ്ദേഹം പറയട്ടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ വലിയ ഭൂരിപക്ഷത്തിന് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ നിലമ്പൂർ സന്നദ്ധമാണ് എന്നതാണ് എനിക്ക് ഈ കരുത്ത് പറയാനുള്ളത്. അൻവറിന്റെ ഒരു രാജി അത് അപ്രതീക്ഷിതമായിരുന്നു. കാരണം 5 വർഷത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയാണ്. അല്ല, അത് ഒക്കെ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണല്ലോ. പിന്നെ പലപ്പോഴും പിന്നെ എല്ലാവരും പ്രതീക്ഷിക്കുകയോ അല്ലെങ്കിൽ അപ്രതീക്ഷിതം, ചിലർക്ക് പ്രതീക്ഷിതമാണ്, ചിലർക്ക് അപ്രതീക്ഷിതമാണ്. എന്തായാലും അതിനെക്കുറിച്ചൊരു കമൻറ്റ് ഞാൻ പറയുന്നില്ല. എനിക്ക് പറയാനുള്ളത് ഒരു തെരഞ്ഞെടുപ്പ് സ്വീകരിക്കാൻ നിലമ്പൂർ മണ്ഡലം സന്നദ്ധമാണ് എന്നതാണ് എനിക്ക് പറയാനുള്ളത്. വലിയ ഭൂരിപക്ഷത്തിന്, ഒരു റെക്കോർഡ് ഭൂരിപക്ഷത്തിന് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ നിലമ്പൂർ സന്നദ്ധമായി നിൽക്കുക. അതൊക്കെ പാർട്ടിയും യു ഡി എഫ് ഒക്കെ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണല്ലോ. അതിലൊന്നും ഞാൻ കമൻറ്റ് ചെയ്യുന്നില്ല. ആരാണ് ആര്യാടൻ ഷൗക്കത്ത് എന്നാണ് ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൽ ചോദിച്ചത്. അത് കുഴപ്പമില്ല. അതിനൊന്നും ഇപ്പം ഞാൻ മറുപടി പറയുന്നില്ല. അല്ല, അത് ശരി. അതിൻ്റെ ശരികേടിനെ കുറിച്ചും അതിൻ്റെ പിന്നെ ശരിയെക്കുറിച്ചും ഒന്നും ഞാൻ ഇപ്പോൾ കമൻറ്റ് ചെയ്യുന്നില്ല. ഇതൊക്കെ പാർട്ടിയും യു ഡി എഫും ഒക്കെ എടുത്ത് തീരുമാനിക്കേണ്ട കാര്യങ്ങൾ, നേതൃത്വം എടുത്ത് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. അതിലൊന്നും ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മുന്നിൽ വെച്ച് ഞാനൊന്നും ഇപ്പോൾ കമൻറ്റ് ചെയ്യുന്നില്ല. അല്ല, അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ. അതൊക്കെ പിന്നെ നിലമ്പൂരിൽ പിന്തുണ ആവശ്യമുണ്ടോ ആവശ്യമില്ലേ എന്നൊക്കെ പിന്നെ യു ഡി എഫ് എടുത്ത് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ മാത്രമല്ല, ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരുടെ പിന്തുണയും ആഗ്രഹിക്കുമല്ലോ, സ്വാഭാവികമായിട്ടും. അതിപ്പം പിന്നെ ഏത് തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാലും സ്വാഭാവികമായി നിരുപാധികമായി പിന്തുണ തരുന്നവരെയൊക്കെ പിന്തുണ വേണ്ട എന്നൊന്നും ഒരു പാർട്ടിയും പറഞ്ഞിട്ടില്ല, ഒരു കാലത്തും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതൊക്കെ ആ സമയത്ത് അദ്ദേഹം പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ അതൊക്കെ നേതൃത്വം അത് ഈ കാര്യത്തിൽ ചർച്ച ചെയ്ത് എടുക്കേണ്ട തീരുമാനങ്ങളാണ്. ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, ഈ പിന്നെ അതിനെക്കുറിച്ചൊന്നും ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരവസ്ഥ അല്ല ഇപ്പോൾ. ഞാൻ പറഞ്ഞതാ, അദ്ദേഹം ആദ്യം എവിടെയെങ്കിലും നിൽക്കട്ടെ, നിന്നിട്ട് ബാക്കി കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. വിഷയങ്ങളൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക. ഏതാ സമീപകാലത്തെ രാഷ്ട്രീയ വിഷയങ്ങൾ, ആരോപണങ്ങളൊക്കെ അതല്ല. ഇത് പിന്നെ ഈ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ടും നമുക്കറിയാവുന്ന കാര്യമാണ്. പിന്നെ കഴിഞ്ഞ കാലത്ത് യു ഡി എഫ് കഴിഞ്ഞ 8-9 വർഷമായി ഉന്നയിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവും. അതിലെല്ലാ കാര്യങ്ങളുമുണ്ട്. അത് പിന്നെ എല്ലാ പ്രശ്നങ്ങളും തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. BS ജോയിയുടെ പേരാണ് PV അൻവർ നിർദ്ദേശിക്കുന്നത്. ഈ വന്യമൃഗ ആക്രമണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ ഫേസ് ചെയ്യുന്ന, നേരിടുന്ന ഒരാൾ എന്ന നിലയ്ക്ക് കൂടിയാണ്. അല്ല, അതൊക്കെ പിന്നെ ഞാനിപ്പോൾ അതിനെക്കുറിച്ചൊന്നും കമൻറ്റ് ചെയ്യുന്നില്ല. അതൊക്കെ പിന്നെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ്. ഇപ്പം എൻ്റെ അഭിപ്രായമായിരിക്കില്ലല്ലോ. ഇപ്പം നിങ്ങൾ തമ്മിൽ തന്നെ 2 പേരുണ്ടെങ്കിൽ 2 പേർക്ക് 2 വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാവില്ലേ? അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അദ്ദേഹം പറഞ്ഞു, അതിനത്രയേ ഉള്ളൂ. സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാവിന്റെ മകൻ എന്നതിനപ്പുറം സാംസ്കാരിക സാഹിത്യ ചെയർമാൻ, KPCC എന്ന സെക്രട്ടറി, അങ്ങനെ ഇടയ്ക്ക് DCC പ്രസിഡന്റ്, അങ്ങനെ പൊതുപ്രവർത്തനം സജീവമായുള്ള മുനിസിപ്പൽ ചെയർമാൻ ഉൾപ്പെടെ അങ്ങനെയുള്ള ഒരാളെ ആരാണ് ആര്യാടൻ ഷൗക്കത്ത് സിനിമാക്കാരനല്ലേ എന്ന് പറയുന്നതിന് പിന്നിൽ ഈ അൻവറിന്റെ ആ രാഷ്ട്രീയം എന്ത് രാഷ്ട്രീയമാണ്? അല്ല, അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ ഞാൻ പറയുന്നില്ല. ഈ ഞാനാരാണ്, ഞാൻ എന്താണെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഞാനിപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ എന്താണെന്ന് ഞാൻ തന്നെ പറയേണ്ട കാര്യമില്ലല്ലോ.
അല്ല, ഒരു പ്രധാനപ്പെട്ട കാര്യം വനമേഖലയുടെ കാര്യത്തിൽ ജോയ് വരണമെന്നൊക്കെ അൻവർ പറയുമ്പോൾ താങ്കൾ തന്നെ ആദ്യ പ്രതികരണം നടത്തിയത് ഇങ്ങനെയായിരുന്നു. അതായത് അൻവറിന് ഈ വിഷയത്തിലൊക്കെ ഇടപെടാൻ വൈകി എന്നാണ് താങ്കൾ പറഞ്ഞത്. അപ്പോൾ അത് അൻവർ പറയുന്ന ഒരു വൈരുദ്ധ്യം താങ്കൾക്ക് എന്തെങ്കിലും? അല്ല അങ്ങനെയൊന്നും ഇല്ലയെന്ന്. ഞങ്ങളെല്ലാവരും പിന്നെ ഇവിടെ ഞാനായാലും ജോയി ആയാലും ഞങ്ങളെല്ലാവരും ഒരുമിച്ചല്ലേ ഇപ്പോൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഞങ്ങളെല്ലാവരും ജോയി DCC പ്രസിഡൻ്റാണ്, ഞാൻ KPCC ജനറൽ സെക്രട്ടറിയാണ്. ഞങ്ങൾ ഒരുമിച്ചാണ് എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്തിട്ടുള്ളത്. അതിലൊന്നും തർക്കമൊന്നുമില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അത് PS ജോയിയുടെ പേര് നിർദ്ദേശിക്കുന്നു, ഒപ്പം തന്നെ ആരാണ് ഷൗക്കത്ത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ PS ജോയിയോടുള്ള താല്പര്യമോ വന്യമൃഗാക്രമണം എന്ന വിഷയത്തെ മുൻനിർത്തിയോ അല്ല നിർദ്ദേശമുള്ളത്. താങ്കൾക്കെതിരെ സംസാരം അതൊക്കെ നിങ്ങൾ പറഞ്ഞിട്ട് കുഴപ്പമുണ്ടാക്കണ്ട. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം നമ്മുടെ മുന്നിലുള്ളൊരു പ്രശ്നം ഒരു തെരഞ്ഞെടുപ്പ് വന്നാൽ, അപ്രതീക്ഷിതമായൊരു തെരഞ്ഞെടുപ്പ് വന്നാൽ എന്തായിരിക്കും നിലമ്പൂർ, അതാണ് നമുക്ക് പ്രധാനമായിട്ട് ചർച്ച ചെയ്യേണ്ടത്. അപ്പോൾ ആ അവസ്ഥയിൽ നമുക്ക് പറയാനുള്ളത്, നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സദാസന്നദ്ധമായി നിൽക്കുകയാണ് ഐക്യജനാധിപത്യ മുന്നണി. ഐക്യജനാധിപത്യ മുന്നണിയുടെ ഏത് സ്ഥാനാർത്ഥി മത്സരിച്ചാലും ഒരു വലിയ ഭൂരിപക്ഷത്തിന് വിജയിപ്പിക്കാൻ കഴിയുന്ന അന്തരീക്ഷമുണ്ട്. കാരണം ഞങ്ങളിവിടെ കഴിഞ്ഞ പാർലമെൻറ്റ് 2 മാസം മുൻപ് നടന്ന 2-3 മാസം മുൻപ് നടന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പോലും 63,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് നിലമ്പൂർ നിയോജകമണ്ഡലത്തിൽ നിന്ന് ഉണ്ടാക്കി കൊടുത്തതെങ്കിൽ, അത്രയല്ലെങ്കിലും അതിനടുത്തൊക്കെ ഭൂരിപക്ഷത്തിന് നിലമ്പൂരിലെ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ കഴിയും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും. അല്ല, അത് പാർട്ടി ആവശ്യപ്പെടുമ്പോഴല്ലേ, അതൊന്നും കുഴപ്പമില്ല. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇതിലേ ആരായാലും നമുക്കൊരു തെരഞ്ഞെടുപ്പിൻ്റെ വക്കിലെത്തി നിൽക്കുമ്പോൾ, ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുക അല്ലെങ്കിൽ വരും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സമയത്ത് ഒരു നിരുപാധികമായ പിന്തുണ തന്നു കഴിഞ്ഞാൽ ആരാ വേണ്ടെന്ന് വെക്കേണ്ട കാര്യമില്ല. അതിൽ സംശയം എന്താ ഉള്ളത്?